ഒച്ചപ്പാടും ബഹളമൊക്കെ ആയപ്പോൾ ഇവരുടെ അമ്മ ഷാമില ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇവർ ഈ തൻ്റെ വീടിന് മുന്നിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കണ്ട് പേടിച്ചുപോയി. ഇവർ മാക്സിമം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഈ ഗുണ്ടകൾ ലഹരിയുടെ ഉന്മാദത്തിൽ അഴിഞ്ഞാടുന്നവർക്ക് എന്ത് മാതാവ് പിതാവ് എന്നുള്ള ബന്ധം. അങ്ങനെ ഈ അമ്മയുടെ വാക്കുകളൊന്നും കേൾക്കാതെ ഇവർ ഈ വീടിന്റെ വാതിൽക്കൽ സംഘട്ടനം തുടരുകയാണ്. അങ്ങനെ ഒടുക്കം സഹികെട്ട് ഈ അമ്മ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിവരം വിളിച്ചറിയിക്കുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ മണ്ണുത്തി പോലീസിൽ നിന്ന് ഒരു സംഘം സ്ഥലത്തെത്തി. 15 പേരടങ്ങുന്ന സംഘമാണ് വീടിന്റെ മുന്നിൽ ബഹളമുണ്ടാക്കുന്നത്. ഇവരെ പിന്തിരിപ്പിക്കാൻ ഈ ചെറിയൊരു പോലീസ് സംഘത്തിന് സാധിച്ചില്ല. അവർക്ക് നേരെയും ഈ ആക്രമണം അഴിച്ചുവിട്ടു. ഇതിൽ പറയുന്ന പ്രധാന പ്രതിയായ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ട്രക്ചറിൽ ഇറങ്ങി വരുന്ന പോലീസാണ് ഞങ്ങളുടെ കാൽ തല്ലിയൊടിച്ചത്, പോലീസുകാരാണ് ഞങ്ങളുടെ കാലും കൈയും തല്ലിയൊടിച്ചതെന്ന് പറഞ്ഞ ബ്രഹ്മജിത്ത്, ഇയാള് 8 കേസ് ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം കൊലപാതക കേസാണ്. പോലീസിന്റെ റൗഡി ലിസ്റ്റിലെ പ്രധാനിയാണ് ബ്രഹ്മജിത്ത്. ഇയാളുടെ സ്ഥിരം ശൈലി എന്ന് പറയുന്നത് ഇയാളെ തേടി വരുന്ന പോലീസുകാരെ ആക്രമിക്കുകയാണ്. അതുകൊണ്ടാണ് പോലീസുകാർ ഒരു മയമില്ലാതെ ഒന്ന് എടുത്ത് പെരുമാറിയത്. അപ്പോൾ ഇയാളെ തേടി വരുന്നു. ഈ പോലീസ് സംഘത്തെ ഇവരൊന്നടങ്കം ചേർന്ന് ആക്രമിക്കുന്നു. ഇവർ ഈ വിവരം ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം 2 വണ്ടി പോലീസ് കൂടി സ്ഥലത്തെത്തുന്നു. തൃശ്ശൂർ സിറ്റി പോലീസിന്റെ 2 പോലീസ് ജീപ്പുകൾ കൂടി സ്ഥലത്തെത്തുന്നു. അതിലേക്ക് അവർക്കും ഒരു പരിധിവരെ ഇവരെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. അവർക്കും കൊണ്ടു.